കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 7 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായി നിങ്ങൾ അറിയുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 2 വായനകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ പ്രാർത്ഥനയിൽ വളരണം, വചനത്തിൽ വളരണം, ആത്മീയതയിൽ വളരണം. ഈ വളർച്ചയാണ് പ്രഥമമായ ലക്ഷ്യം നോമ്പുകാലത്തിൻ്റെ. അതേതെല്ലാം വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. സുവിശേഷം നമ്മൾ കേട്ടു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അവിടെ നിൽക്കരുത്, അടുത്ത ലെവല് അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. നമുക്കറിയാം, നമുക്ക് വരയ്ക്കാതിരുന്നാണേലും നമുക്ക് ചോദിക്കാം. പക്ഷെ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു പ്രയത്നം അവിടെ വരുന്നുണ്ട്. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഹെബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനം തരുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നിറവേറണം എന്നതാണ് കർത്താവ് അതുകൊണ്ട് ഉദ്ദേശിക്കുക. ഹെബ്രായർ 6:1 പറഞ്ഞിരിക്കുന്നത് എന്താ? ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരണം. നമുക്കറിയാലോ, ഏറ്റവും വലിയ ആത്മീയ പക്വത എന്താണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 21:18 വായിച്ചാൽ കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ അരമുറുക്കി നിനക്കിഷ്ടമുള്ളിടത്തേക്ക് നീ പോയി. പ്രായമാകുമ്പോൾ, ഇത് വയസ്സാകുന്ന കാര്യമല്ല, ആത്മീയ പക്വത. പ്രായമാകുമ്പോൾ നീ കൈകെട്ടി നിൽക്കും, മറ്റൊരാൾ നിൻ്റെ അരമുറുക്കും, നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഒരു ഗ്രേസ്ഫുൾ ഓൾഡ് ഏജ് വേണമെങ്കിൽ തന്നെ ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് നാം ചിന്തിക്കണം. പ്രായമായ ഒരു വ്യക്തിക്ക് ചെറുപ്പക്കാരെ പോലെ ഓടി നടക്കാൻ പറ്റിയെന്ന് വരുമോ? പറ്റത്തില്ല. അപ്പോൾ അത് അംഗീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ, പഴയതുപോലെ എനിക്കിപ്പോഴും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് പരാതി പരിഭവം പറഞ്ഞതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മ വരാൻ പോകുന്നില്ല, മറ്റുള്ളവർക്ക് നമ്മൾ ഭാരമാകാനേ പോകുന്നുള്ളൂ. അതിനു പകരം ഈ ഒരു കാര്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റണം. ഏറ്റവും കാതലായിട്ടുള്ള കാര്യം ഇതാണ്, പ്രായമാകുമ്പോൾ, ആത്മീയ പക്വത വരുമ്പോൾ നീ കൈകെട്ടി നിന്ന് കണ്ണുമടച്ച് ദൈവഹിതം ഏറ്റെടുക്കും, അത് നിറവേറ്റും. ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്യാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. ദൈവം ആവശ്യപ്പെടുന്നതും അനുവദിക്കുന്നതും കണ്ണും പൂട്ടി ഏറ്റെടുത്ത് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ അതാണ് ആത്മീയ പക്വതയുടെ അടയാളം. ചിലർക്കൊക്കെ തെറ്റായൊരു കാര്യമാണ്, നോക്കിയാൽ ഉടനെ കാര്യം പറയാൻ പറ്റും, തൊട്ടാൽ ഉടനെ രോഗസൗഖ്യവും വിടുതലുണ്ടാവും. അങ്ങനെയുള്ള അസാധാരണമായ സിദ്ധികൾ, അതാണ് ആത്മീയ വളർച്ചയുടെ ഏറ്റവും വലിയ അടയാളമെന്ന് ചിലർക്ക് തോന്നിയേക്കാം. പക്ഷെ അതല്ല ശരി. ഏറ്റവും വലിയ അടയാളം, ഞാൻ കണ്ണും പൂട്ടി കർത്താവിൻ്റെ ഹിതം നിറവേറ്റും എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന, ഞാനെന്ന ആ മനോഭാവമില്ലാതെ എനിക്ക് ദൈവമാണ് എല്ലാം എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇതിനാവശ്യമായ കാര്യങ്ങളാണ് ഇന്നത്തെ ആദ്യ വായനയും നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. എസ്തറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ നമ്മൾ വായിച്ചു കേൾക്കുകയുണ്ടായി. അവിടെ മരണതുല്യമായ ഉത്കണ്ഠ ബാധിച്ച ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റും, എസ്തർ.
ഇനി അവൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഓടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. നീ ഉത്കണ്ഠ, ആകുലത ഇതൊക്കെ ബാധിക്കുന്ന പലരുമുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ചില ദമ്പതിമാരുടെ പ്രത്യേകത, ഭർത്താവ് പാറ പോലെ ഉറച്ചു നിൽക്കുന്നു, ഭാര്യയ്ക്കാണെങ്കിൽ ഭയങ്കരമായ ആകുലത. 8 മണിക്ക് വരേണ്ട ബസ് 8:05 വന്നിട്ടില്ലെങ്കിൽ അവൾക്കെന്തോ തലയിറങ്ങുന്ന പോലെയും ഭ്രാന്ത് പിടിക്കുന്നത് പോലെയൊക്കെയാണ്. വേറെ ചില കേസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഭാര്യ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു, എന്തോ വന്നാലും ദൈവം അറിയാതെ ഒന്നും വരത്തില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അന്നേരം ഭർത്താവിന് അല്ലറ ചില്ലറ കാര്യം മതി, ഈ പറഞ്ഞ പോലെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെയാണ്. നമുക്ക് ഈ ഉത്കണ്ഠ കയറി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം അത് കളയും, നമ്മുടെ ജീവിതത്തിൻ്റെ സുഖം നഷ്ടപ്പെടുത്തും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മോർ പ്രയർ ലെസ് വറി. വറി എന്ന് പറഞ്ഞാൽ ആകുലത. ഈ വറി കുറയണമെങ്കിൽ, ആകുലത കുറയണമെങ്കിൽ നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രാർത്ഥന കൂട്ടുക എന്നുള്ളത്. ശരിക്കും പ്രാർത്ഥിക്കുന്നവർ തെളിയിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്, ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ആകുലത കുറയാനുള്ള ഏറ്റവും നല്ല മാർഗം. ഇനി അതിന് പകരം നമ്മൾ മുറിയിലിരുന്ന് ഭ്രാന്ത് പിടിച്ചിട്ടോ ഓടി നടന്ന് പലരുടെയും കൈകാലി പിടിച്ചിട്ടോ ഒന്നും നമ്മുടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നില്ല. നേരെ എസ്തർ രാജ്ഞി ചെയ്തതുപോലെ, മൊർദെഖായി ചെയ്തതുപോലെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഓടുക, ദൈവത്തിങ്കിലേക്ക് ഓടുക, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവം അതിനൊരു പരിഹാരം കാണിച്ചു തരും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. എസ്തർ രാജ്ഞി ഒപ്പം ഏറ്റെടുത്ത ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അവര് സുഗന്ധതൈലം പൂശുന്നതും അങ്ങനെയുള്ള ലക്ഷറി അതെല്ലാം വേണ്ടാന്ന് വെച്ചു. ശരിക്കും ഒരുപാട് കത്തോലിക്കർ, ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നോമ്പുകാലം വരുമ്പോഴത്തേക്ക് അവർ ദുർച്ചെലവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി. സാധാരണ കല്യാണവും അങ്ങനെയുള്ള വലിയ വലിയ ഫങ്ഷൻസ് ഒന്നും വെക്കാറുമില്ല. എന്താണ് ഈ കാലയളവിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് കുറച്ച് നാളത്തേക്ക് നമ്മളൊന്ന് മാറ്റിവെച്ച് പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുക. ദാനിയേൽ 10-ാം അധ്യായം എടുത്താൽ 3-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 3 ആഴ്ചക്കാലത്തേക്ക് ദാനിയേൽ രുചികരമായ ഭക്ഷണം കഴിച്ചില്ല, സുഗന്ധതൈലം പൂശിയില്ല. അങ്ങനെ ത്യാഗമെടുത്ത് ജീവിക്കുന്ന ദാനിയേലിനെ കാണാൻ പറ്റും. ഈ അധ്യായത്തിലാണ് നമ്മൾ കാണുക, ദാനിയേൽ ദൈവദൂതനെ കാണുന്നു. ദൈവദൂതനെ ആരാധിക്കാൻ അവൻ്റെ തല അവൻ്റെ കാലുകൾക്കിടയിലൂടെ താഴേക്ക് കൊണ്ടുവന്ന് നിലത്ത് ചേർത്ത് പിടിക്കുന്ന രംഗം അവിടെ കാണാൻ പറ്റും. കാരണം അവൻ ദൈവദൂതനെ കണ്ടു. നമുക്കൊക്കെ ദൈവത്തെ ആരാധിക്കാൻ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല, ദൈവത്തെ നമ്മൾ ദർശിച്ചു കഴിഞ്ഞാൽ. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കഷ്ടത സഹിക്കേണ്ടി വന്നാലും ത്യാഗമെടുക്കേണ്ടി വന്നാലും അത് നഷ്ടമല്ല. യെശയ്യാ 30:20-21 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, കഷ്ടതയുടെ അപ്പം നീ തിന്നേണ്ടി വന്നാലും ക്ലേശത്തിൻ്റെ ജലം നീ കുടിക്കേണ്ടി വന്നാലും നഷ്ടമല്ല. കാരണം നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും, നിന്റെ കാതുകൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കും. ഞാൻ 80 വർഷക്കാലം സുഖജീവിതം ഈ ഭൂമിയിൽ ജീവിച്ചു, പക്ഷേ ദൈവത്തെ കണ്ടില്ല, ദൈവത്തെ കേട്ടില്ല, അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ല. അതാണ് ശരിക്കും പറഞ്ഞ ക്രിസ്തീയ ജീവിതം. അതിന് പകരം നമ്മൾ എത്ര ദുരിതം അനുഭവിക്കേണ്ടി വന്നാലും ദൈവത്തെ കാണാൻ പറ്റിയാൽ അതിൻ്റേതായിട്ടുള്ള നന്മയുണ്ടാവും. 2 പിള്ളേർ, 2 പേരും മെൻ്റലി ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു കുടുംബം. ആ കുടുംബാംഗങ്ങൾ ആ സാഹചര്യത്തിലും നന്നായിട്ട് പ്രാർത്ഥിച്ചു. എന്തായിരുന്നു റിസൾട്ട്? കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിലിരുന്ന് മാതാവിൻ്റെ രൂപത്തിൽ നിന്നും തൈലം ഒഴുകാൻ തുടങ്ങി. ആ ഭവനത്തിൽ സുഗന്ധാഭിഷേകം. ഇത് കേട്ട ആൾക്കാർ കൂടി വികാരീശം വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇതിനേക്കാൾ സൗകര്യമുള്ളത് പള്ളിയാണ്, എല്ലാവർക്കും വരാനും കാണാനും പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാനൊക്കെ. ഈ രൂപം എടുത്ത് പള്ളി കൊണ്ടുവച്ചു. അതേന്ന് പിന്നെ തൈലമൊന്നും ഒഴുകിയിട്ടുമില്ല. ഇതാ കുടുംബത്തിന് വേണ്ടി ആ പ്രത്യേക പ്രതികൂല സാഹചര്യത്തിൽ അവർ പ്രാർത്ഥനയിൽ തുടർന്നപ്പോൾ ദൈവം
അവർക്ക് വേണ്ടി ചെയ്ത ഒരത്ഭുതം. പറയുന്നുണ്ട്, കഷ്ടതയുടെ അപ്പം തിന്നേണ്ടി വന്നാലും ക്ലേശത്തിൻ്റെ ജലം കുടിക്കേണ്ടി വന്നാലും അത് എടുക്കേണ്ട പോലെ എടുക്കുന്നവർക്ക് ഇതുപോലുള്ള ഭാഗ്യങ്ങൾ കർത്താവ് നൽകും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇതിനൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന തൊലിപ്പുറമെയുള്ള കുറച്ച് ഭക്തിയോ അല്ലെങ്കിൽ ഭക്താഭ്യാസങ്ങളോ തികയില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. ത്യാഗോജ്ജലമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എളിമപ്പെടുക എന്നുള്ളതാണ്. എസ്തേർ രാജ്ഞി തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിച്ചു. ആഹാബ് രാജാവിൻ്റെ കാര്യം എടുത്താലോ, 1 രാജാക്കന്മാർ 21-27 വചനം എടുക്കുമ്പോൾ ആഹാബ് രാജാവ് ചെയ്ത ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. രാജകീയ വസ്ത്രം മാറ്റി, വസ്ത്രമോടി വേണ്ടാന്ന് വെച്ചു, എന്നിട്ട് ചാക്കെടുത്തുടുത്തു, പരിത്യാഗ പ്രവൃത്തിക്ക് തയ്യാറായി, ചാരന്മാരി മേത്തിട്ടു, ഉപവാസം നോക്കി, നിലത്ത് കമന്ന് കിടന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് അതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ആഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടോ? ഈ കണ്ട അഭ്യാസങ്ങളൊക്കെ കാണിച്ചാലും അഹങ്കാരം പെടിയാതെ എളിമപ്പെടാതിരുന്നാൽ ദൈവം നമ്മുടെ ഈ ആത്മീയ അഭ്യാസങ്ങൾക്കൊന്നും വലിയ ബല കൽപ്പിച്ചൊന്നും വരത്തില്ല. കർത്താവ് ഇതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞൊരു കാര്യം, ആഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടോ? അതുകൊണ്ട് ഞാൻ അവൻ്റെ മേൽ അയക്കാനിരുന്ന ശിക്ഷ മാറ്റിവിടുന്നു. ഈ നോമ്പ് കാലത്ത് നന്നായിട്ട് എളിമപ്പെട്ട് ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.